Hello children. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ രണ്ട് പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലം ചെയ്യാം. നമ്മൾ മെത്തേഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സിൽ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് മെത്തേഡ് ഉണ്ട്. ദെൻ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ്, ഇങ്ങനെ 4 മെത്തേഡ് ഉണ്ടെന്ന് പഠിച്ചു. അതിൽ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സും ഈ രണ്ട് മെത്തേഡിലെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. ഇനി ഇന്നത്തെ പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ട് എ പ്രൈസ് ഇൻഡെക്സ് ഫോർ ദി ഫോളോയിങ് ബൈ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ആൻഡ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസസ് റിലേറ്റീവ് മെത്തേഡ് ബൈ യൂസിങ് ബോത്ത് അരിത്തമാറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ. അപ്പോൾ ഇന്നലെ നമ്മൾ അരിത്തമാറ്റിക് മീൻ വെച്ചിട്ടും ജിയോമെട്രിക് മീൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കണ്ടു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കമ്മോഡിറ്റി തന്നിട്ടുണ്ട് ABCDEF. അതിൻ്റെ പ്രൈസ് 2005-ലെയും 2008-ലെയും പ്രൈസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് പ്രകാരമാണ്. അത് പ്രകാരം നമുക്കറിയാം ഫോർമുല സിഗ്മ P1 സിഗ്മ P0 × 100 ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രൈസാണ് ഒന്ന് 2005-ലെയും ഒന്ന് 2008-ലെയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏതാ ബേസ് ഇയർ ആയിട്ട് എടുക്കുക? P0 ആയിട്ട് എടുക്കുക. ഏതാ 2005-ലത്തെ ആദ്യത്തെ ഇയറിലത്തെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക. അപ്പോൾ 2005-ൻ്റെ പ്രൈസിൻ്റെ ആ കോളത്തിൻ്റെ മേലെ നമ്മൾ P0 എന്ന് എഴുതണം. അവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ 2005 എന്ന് എഴുതി വെച്ചാലും വിരോധമില്ല. അതാണ് നമ്മുടെ ബേസ് ഇയർ. അപ്പോൾ അതിൻ്റെ താഴേക്ക് നമ്മൾ 20, 30, 10, 25, 40, 50 എന്നങ്ങനെ വാല്യൂസ് എഴുതും. കമ്മോഡിറ്റി ഫസ്റ്റ് കോളത്തിൽ ABCDEF വരെ എഴുതണം. അതിനുശേഷം നമ്മുടെ 2008-ലത്തെ നമ്മുടെ P1 ആണ്. അപ്പോൾ P1-ൻ്റെ താഴെ ആ പ്രൈസുകൾ എഴുതുക. 25, 30, 15 എന്നുള്ള ആ പ്രൈസും എഴുതുക. ഇനി നമുക്ക് സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ പ്രകാരം നമുക്ക് എന്താ വേണ്ടത്? P1-ൻ്റെ ടോട്ടലും വേണം, P0-ൻ്റെ ടോട്ടലും വേണം. അപ്പോൾ P1 ടോട്ടൽ ചെയ്യുമ്പോൾ 205 കിട്ടും, P0 ടോട്ടൽ ചെയ്യുമ്പോൾ 175 കിട്ടും. അപ്പോൾ 205/175 × 100 = 117.143 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ 117.143. ഇനി നമുക്ക് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് മെത്തേഡിലും കാണണം. അരിത്തമാറ്റിക് മീനും വേണം, ജിയോമെട്രിക് മീനും വേണം. അപ്പോൾ അരിത്തമാറ്റിക് മീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? സിഗ്മ I/n. സിഗ്മ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെയും എന്ത് കാണണം? P1/P0 × 100 കാണണം. അപ്പോൾ അതിനാണ് നമ്മുടെ ടേബിളിൽ മൂന്നാമത്തെ ഒരു കോളം I കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ വാല്യൂ, അതായത് 25/20 × 100 A എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയുടെ, B പറഞ്ഞ കമ്മോഡിറ്റിയുടെ I എന്തായിരിക്കും? 30/30 × 100. C എന്ന് പറഞ്ഞ കമ്മോഡിറ്റി 15/10 × 100. അങ്ങനെ ഓരോ കമ്മോഡിറ്റിയുടെയും I കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ ടോട്ടലാണ് 737.5 ബൈ എത്ര N? എത്ര നമ്പർ ഓഫ് ഐറ്റംസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്? 6 ഐറ്റമാണ് എടുത്തേക്കുന്നത്. സോ ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 112.92 കിട്ടും. അപ്പോൾ എത്രയാണ് നമുക്ക് ഇൻഡെക്സ് നമ്പർ കിട്ടിയത്? 122.92 ആണ് സിമ്പിൾ ആവറേജ് റിലേറ്റീവ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ജിയോമെട്രിക് മീനാണ് കണ്ടുപിടിക്കേണ്ടത്. ജിയോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് കണ്ടുപിടിക്കണം എല്ലാത്തിനും അല്ലേ. 125-ൻ്റെ ലോഗ് എഴുതുന്ന ടേബിളിൽ വാല്യൂ എത്ര കിട്ടുക? 2.0969, 100-ൻ്റെ 2.00, 152.1761, അങ്ങനെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കുക. അതിൻ്റെ ടോട്ടൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആൻറ്റിലോഗ് കാണണം. അപ്പോൾ ആൻറ്റിലോഗ് 12.5116/66 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മോൾ ലെറ്റർ N ആണ്. അപ്പോൾ ആൻറ്റിലോഗ് 2.0853 കിട്ടും. അതിൻ്റെ ആൻറ്റിലോഗ് എഴുതുന്ന ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത്. അപ്പോൾ 112.7 എന്ന്. അതാണ് സിമ്പിൾ ആവറേജ് റിലേറ്റീവ് ഇൻഡെക്സ്. ആ ഫോർമുല പ്രകാരം നമ്മുടെ ഇൻഡെക്സ് നമ്പർ കിട്ടിയത് 121.7. അപ്പോൾ ഈ ഒരു മെത്തേഡ് കഴിഞ്ഞു. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും സിമ്പിൾ മെത്തേഡ് ഓഫ് റിലേറ്റീവ്സും ആവറേജ് ഓഫ് റിലേറ്റീവ്സും കഴിഞ്ഞു. ഇനി നമുക്ക് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇവിടെ നമ്മൾ വെയ്റ്റ് കൊടുക്കും. ഓക്കെ, വെയ്റ്റ് അസൈൻ ചെയ്തിട്ടാണ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുക. In this method, appropriate weight are assigned to various commodities to reflect their relative importance.
The amount of quantity consumed, purchased or marketed are the weight used. തൊട്ട് മുമ്പുള്ള മെത്തേഡിൽ നമ്മൾ പ്രൈസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തതോ പർച്ചേസ് ചെയ്തതോ നമ്മൾ കണക്കാക്കിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ഈ മെത്തേഡിൽ ക്വാണ്ടിറ്റിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. Some of the important formula under this method are വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുല പറഞ്ഞാൽ ഇതൊക്കെ ഒരേ ആൾക്കാരുടെ പേരാണ് കേട്ടോ. ലാസ്പിയസ് ഫോർമുല, പാഷേഴ്സ് ഫോർമുല, ഫിഷേഴ്സ് ഫോർമുല, മാർഷാൽ എഡ്ജ്വർത്ത് ഫോർമുല, ബൗളി ഡോർബിഷ് ഫോർമുല, കെല്ലീസ് ഫോർമുല. അപ്പോൾ ഈ എല്ലാ ഫോർമുലയും കുട്ടികൾ പഠിച്ചിരിക്കണം. ഇത് പ്രകാരമാണ് പ്രോബ്ലം ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഫോർമുല ആരുടെ നോക്കാം. ലാസ്പിയസ് ഫോർമുലയാണ്. ഇൻ ദിസ് മെത്തേഡ് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് കമ്മോഡിറ്റീസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ്, ബോട്ട് or sold in the base year are taken and their value at current price is compared with their value at base price. അതായത് എത്ര ക്വാണ്ടിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ നമ്മളിവിടെ കൺസിഡർ ചെയ്യും. അപ്പോൾ ലാസ്പിയസിൻ്റെ ഫോർമുല, പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല സിഗ്മ P1Q0 by sigma P0Q0 into 100. Here the base year quantity forms the weight. നമ്മുടെ വെയിറ്റ് ചെയ്താൽ Q0 ആണ്. Q0 പറഞ്ഞാൽ ബേസ് ഇയറിലത്തെ ക്വാണ്ടിറ്റി, അതാണ് നമ്മുടെ വെയിറ്റ് ഇവിടെ. P1 അറിയാമല്ലോ, കറണ്ട് ഇയറിലെ പ്രൈസ്. P0 ബേസ് ഇയറിലെ പ്രൈസ്. ദിസ് മെത്തേഡ് ഇസ് സിമ്പിൾ. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഇൻ ദി കറണ്ട് ഇയർ. Q1 നമ്മളിവിടെ എടുക്കുന്നില്ലല്ലോ, ഇല്ല. നമ്മൾ ബേസ് ഇയറത്തെ ക്വാണ്ടിറ്റി മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യുന്നില്ല. The major drawback of this method is that it does not take into account changes occurring in consumption, production or sale of various commodities. Therefore, this method sets an upper limit to the price change, and this type of index number is likely to have an upper bias in പ്രൈസ് ചേഞ്ച്. പ്രൈസ് ചേഞ്ചിലുള്ള വ്യത്യാസം മാത്രമേ കണക്കാക്കുന്നുള്ളൂ, ക്വാണ്ടിറ്റി പുതിയതായിട്ട് എത്ര കൺസ്യൂം ചെയ്യണമെന്ന് ഇവിടെ പറയണില്ല. So Laspey's formula does not satisfy time reversal or factor reversal test. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാം, അതായത് ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യണില്ല എന്നുള്ളത്. ഇപ്പം എത്ര മനസ്സിലാക്കിയാൽ മതി. ദിസ് ഫോർമുല ഇസ് നോട്ട് സാറ്റിസ്ഫൈങ് ബോത്ത് ദ ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഇനി എന്താണ് ടൈം റിവേഴ്സലും ഫാക്ടർ റിവേഴ്സലും നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ദാറ്റ് വി വിൽ ലേൺ ലേറ്റർ. അടുത്തത് പാഷേഴ്സ് ഫോർമുല. In this method, quantities of various commodities actually produced or consumed in the current year are taken as weight. ഇവിടെ കറണ്ട് ഇയറിൽ കൺസ്യൂം ചെയ്ത ക്വാണ്ടിറ്റിയാണ് വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. ആൻഡ് വാല്യൂ അറ്റ് ദി കറണ്ട് പ്രൈസസ് കമ്പയർഡ് വിത്ത് വാല്യൂ അറ്റ് ബേസ് പ്രൈസ്. പ്രൈസോ കറണ്ട് ഇയറിലെ പ്രൈസ് കൊടുക്കും, ബേസ് ഇയറിലെ പ്രൈസ് കൊടുക്കും. ഫോർമുല ഈസ് sigma P1Q1 by sigma P0Q1 into 100. So see what is the difference between. ഓക്കെ, പാഷേഴ്സ് ഫോർമുല പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോർമുല സിഗ്മ P1Q1 by സിഗ്മ P0Q0 സിഗ്മ P0Q1 into 100 ആണ്. തൊട്ട് മുമ്പത്തെ ഫോർമുലയിൽ നമ്മൾ Q0 ആണ് കൺസിഡർ ചെയ്തത്, ഇവിടെ നമ്മൾ Q1 ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ വെയിറ്റ് പറഞ്ഞാൽ എന്താ, കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസ് ഫോം ദി വെയിറ്റ്. This method is simple. It does not require quantity of the base year consumption. അപ്പോൾ ഈ ഫോർമുലയുടെ പ്രത്യേകത എന്താ, ബേസ് ഇയർത്തെ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തത് മെഷർ ചെയ്യുന്നില്ല. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ബിക്കോസ് ഇറ്റ് പ്രസൻറ്റ് സംവാട്ട് റിയൽ പിക്ചർ വിച്ച് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഡിസ്റ്റൻറ്റ് പാസ്റ്റ്. പണ്ടത്തെ ക്വാണ്ടിറ്റി ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി അല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, പ്രസൻറ്റ് ഇയറിലെ ക്വാണ്ടിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ദിസ് മെത്തേഡ് ഫേസ് എ ഡിഫിക്കൽട്ടി. ഇതിനും ബുദ്ധിമുട്ടുകളുണ്ട്. ഇറ്റ് ഈസ് നെസസറി ടു കളക്ട് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ ഫോർ ഈച്ച് ഗിവൺ ഇയർ. ഓരോ വർഷത്തെയും കറണ്ട് ഇയറിൽ എത്ര ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തെന്ന് നമ്മൾ മെഷർ ചെയ്യണം. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ദിസ് ഇൻഫർമേഷൻ ആക്യുറേറ്റ്ലി. അപ്പോൾ ഈ വർഷം എത്ര കൺസ്യൂം ചെയ്തെന്ന് മെഷർ ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, പഴയ കാര്യമല്ല, ഇപ്പോഴത്തെ കാര്യം നമുക്ക് അറിയേണ്ടത്. This method sets up a lower limit to the price changes. It is therefore likely to have a downward bias. തൊട്ട് മുമ്പത്തെ മെത്തേഡിന് ഒരു അപ്വേർഡ് ലിമിറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് അപ്വേർഡ് ബയാസ് ഇൻ പ്രൈസ് ചേഞ്ച് ആണ്, ഇതിന് ഒരു ഡൗൺവേർഡ് ബയാസ് ആണ് ഉള്ളത്. പാഷേഴ്സ് ഫോർമുല ഡസ് നോട്ട് സാറ്റിസ്ഫൈ ടൈം റിവേഴ്സൽ ഓർ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്.
ഇപ്പം നമ്മൾ കണ്ട രണ്ട് ഫോർമുലയും എന്ത് സാറ്റിസ്ഫൈ ചെയ്യില്ല? ലാസ്പിയേഴ്സും സാറ്റിസ്ഫൈ ചെയ്യില്ല, പാഷേഴ്സിൻ്റെ ഫോർമുലയും ടൈം റിവേഴ്സലോ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റോ സാറ്റിസ്ഫൈ ചെയ്യണില്ല. അടുത്ത നമ്മുടെ ഫോർമുല ഫിഷേഴ്സ് ഫോർമുലയാണ്. പ്രൊഫസർ Irving Fisher has suggested a formula for the construction of index numbers. The formula is root of sigma p1 q0 by sigma p0 q0 into sigma p1 q1 by sigma p0 q1 into 100. This formula is based on പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ബോത്ത് ബേസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ. ഈ ഫോർമുലയുടെ പ്രത്യേകത എന്താ? ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്, കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദി ജിയോമെട്രിക് മീൻ ഓഫ് ലാസ്പിയേഴ്സ് ആൻഡ് പാഷേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ്. എന്താണ് പാഷയുടെയും അതുപോലെ ലാസ്പിയേഴ്സിൻ്റെയും ഫോർമുലയുടെ ജിയോമെട്രിക് മീനാണ് ഫിഷേഴ്സിൻ്റെ ഫോർമുല. ജിയോമെട്രിക് മീൻ ഈസ് ദി ബെസ്റ്റ് ആവറേജ് ഇൻ ദി കാൽക്കുലേഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഇസ് കോൾഡ് ഐഡിയൽ ഇൻഡെക്സ് നമ്പേഴ്സ്. ഏറ്റവും നല്ലൊരു ഇൻഡെക്സ് നമ്പർ ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പറാണ്. കാരണം ഇറ്റ് സാറ്റിസ്ഫൈ ബോത്ത് ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. രണ്ട് ടെസ്റ്റുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പർ. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ബയാസ്. രണ്ട് ടൈപ്പ് ബയാസും ഇതിൽ ഇല്ല. ദ ഡ്രോബാക്ക് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട് വിത്തൗട്ട് ബേസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ബേസ് ഇയറിലെ പ്രൈസ് വേണം, കറണ്ട് ഇയറിലെ പ്രൈസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അതുപോലെ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി വേണം. അങ്ങനെ ഈ കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. ഇനി ഈ ഇൻഡെക്സ് നമ്പറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഇറ്റ് സാറ്റിസ്ഫൈ ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഇറ്റ് സാറ്റിസ്ഫൈ factor reversal test. It is based on both current and base year quantities. It is the geometric mean of Laspier's and Paget's index numbers. It is free from the bias which Laspier's or Paget's index numbers has. ലാസ്പിയറിൻ്റെയും പാഷയുടെയും ഇൻഡെക്സ് നമ്പറിൻ്റെ ഡ്രോബാക്ക് എല്ലാം മാറ്റിയിട്ട് ഉള്ള നല്ലൊരു മെത്തേഡാണ് ഫിഷേഴ്സിൻ്റെ ഫോർമുല. പിന്നുള്ളത് മാർഷൽ എഡ്ജ്വർത്ത് ഫോർമുലയാണ്. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സിഗ്മ p1 q0 പ്ലസ് സിഗ്മ p1 q1 ഡിവൈഡഡ് ബൈ സിഗ്മ p0 q0 പ്ലസ് സിഗ്മ p0 q1 ഇൻറ്റു 100. Next, Bowley-Dorbish formula. This is the arithmetic mean of Laspier's and Paget's index number. The formula is same formula അല്ല, 1/2 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1/2 ഇൻറ്റു സിഗ്മ p1 q0 ബൈ സിഗ്മ p0 q0 പ്ലസ് സിഗ്മ p1 q1 ബൈ സിഗ്മ p0 q1 ഇൻറ്റു 100. This is also known as LP formula. Last one, Kelly's formula. It is equal to sigma p1 q by sigma p0 q into 100, where the weights are quantities denoted by q, which refers to some period, neither base nor current, and are kept constant for all periods. ഇവിടെ നമ്മൾ q ആണ് എടുക്കുന്നത്. ഇതുവരെയുള്ള ഫോർമുലയിലൊക്കെ നമ്മൾ ഐദർ p0 അല്ലെങ്കിൽ q0 എടുത്തിരുന്നു. ഇവിടെ ബേസും വേണ്ട കറണ്ട് ഇയറും വേണ്ട. സോ ഹൗ വിൽ വി കാൽക്കുലേറ്റ് q? q is the average of quantities consumed for 2 or more years. 2-3 കൊല്ലം ഉപയോഗിച്ച ക്യൂവിൻ്റെ ആവറേജ് ആണ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, p0 p1 q0 q1 അതെന്താണെന്നാണ് പറയണത്? നമുക്കറിയാം പ്രൈസ് ഓഫ് ബേസ് ഇയർ, പ്രൈസ് ഓഫ് കറണ്ട് ഇയർ, ക്വാണ്ടിറ്റി ഓഫ് ബേസ് ഇയർ, ക്വാണ്ടിറ്റി ഇൻ ദി കറണ്ട് ഇയർ. അപ്പോൾ ഇത്രയും ഫോർമുലാസ് പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഈ ഫോർമുലാസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ.